ആരാ സിദ്ധുവേട്ടാ വിളിച്ചത്? പെട്ടെന്ന് മുഖമൊക്കെ അങ്ങ് മാറിയല്ലോ, എന്തു പറ്റി? സിദ്ധുവിന്റെ പ്രവൃത്തിയും മുഖത്തുണ്ടായ മാറ്റവും കണ്ട് ലിയ പതിയെ അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അത് പവിയേട്ടനാ വിളിച്ചത്. എന്നിട്ടെന്താ സിദ്ധുവേട്ടൻ ഫോൺ എടുക്കാഞ്ഞത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിദ്ധു അപ്പോഴേക്കും കൂർമ്മ ദൃഷ്ടിയോടെ ചോദിച്ചവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയിരുന്നു. സിദ്ധുവേട്ടാ വിട്, ഇത് വീടല്ല ഓഫീസാ. ആരെയെങ്കിലും കയറി വന്ന് കണ്ട പിന്നെ അത് മതി. അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞെങ്കിലും അതിന് വഴങ്ങാതെ സിദ്ധു അവളെ ഒന്നുകൂടി മുറുകെ പിടിക്കുകയായിരുന്നു ചെയ്തത്. അടങ്ങിയിരിക്കടി അവിടെ. ഇങ്ങോട്ടിപ്പോൾ ആരും കയറി വരത്തില്ല. ഇനി അഥവാ വന്ന് കണ്ടാൽ കണ്ടേച്ചു പോട്ടടി. ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാമല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ കർത്താവേ. ഒരു കൂസലുമില്ലാതെ പറയുന്നവനെ കണ്ട് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു പോയി ലിയ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ കവിളിൽ അമർത്തി ചുംബിക്കുന്ന തിരക്കിലായിരുന്നു സിദ്ധു. അവൻ്റെ ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അത്രമേൽ പ്രണയത്തോടെ ഏറ്റുവാങ്ങുകയായിരുന്നുവെങ്കിലും സ്ഥലവും സാഹചര്യവും അനുകൂലമല്ല എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രം അവൾ അവൻ്റെ അധരങ്ങളെ കൈവെള്ള കൊണ്ട് തടഞ്ഞു. നീ എന്തൊരു ദുഷ്ടയാടി. മാസം 1.5 കഴിഞ്ഞു നമ്മളൊന്ന് നേരിൽ കണ്ടിട്ട്. എന്നിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ കൊതി തീരെ 5-6 ഉമ്മ പോലും വയ്ക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ പൊത്തുപിടിക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വരുന്നടി ദ്രോഹി? അതെ, ഇതൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട്, ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊക്കെ എത്ര വേണേലും തരാം. ഇപ്പോൾ തൽക്കാലം മോനൊന്ന് ഡീസൻ്റ് ആയിക്കോ. പരിഭവത്തോടെ പറഞ്ഞവൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് ലിയ പറഞ്ഞതും സിദ്ധുവിൻ്റെ മുഖം തിളങ്ങി. അതരങ്ങളിലൊരു കുസൃതിച്ചിരി മിന്നിമാഞ്ഞു. ഇവിടുന്ന് ഇറങ്ങിയാൽ തരുമെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാടി, നീ വാ. കള്ളച്ചിരിയോടെ പറഞ്ഞവനെ നോക്കി കണ്ണു മിഴിച്ചു പോയിരുന്നു പോയി ലിയ. സിദ്ധുവേട്ടാ, നിങ്ങൾക്കിതെന്തിൻ്റെ കേടാ മനുഷ്യ? എൻ്റെ മൊത്തം കേടാ മോളെ. ആ കേടൊക്കെ ഒന്ന് തീർക്കുന്ന കാര്യമാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുന്തം, മര്യാദയ്ക്കിരിക്കും മനുഷ്യ. ഇത്ര നാളും മുമ്പേന്ന് ഇങ്ങോട്ടൊരു വരവ് പെട്ടെന്നൊന്നും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് എന്തു പറ്റി? കശ്യപേട്ടൻ എന്താ അങ്ങോട്ട് പോയത്? ആകാംക്ഷയോടെയുള്ള അവളുടെ ആ ചോദ്യം കേട്ടത് വീണ്ടും സിദ്ധുവിൻ്റെ മുഖം വാടി. അത് മനസ്സിലായെങ്കിലും അവൻ തന്നെ പറയട്ടെ എന്ന് കരുതി ആ മുഖത്തേക്ക് തന്നെ നോക്കി ചോദ്യഭാവത്തിലിരുന്നതേയുള്ളൂ ലിയ. കശ്യപിനും നിതയ്ക്കുമിടയിലുണ്ടായിപ്പോയ പുതിയ പ്രശ്നങ്ങളെക്കുറിച്ച് അവളോട് തുറന്നു പറയാനുള്ള ഒരുക്കത്തിലായിരുന്നു സിദ്ധു അപ്പോൾ. വിശ്വനാഥന്റെ ഓഫീസിന്റെ കുറച്ചു മാറി റോഡ് സൈഡിൽ ആരെയോ കാത്തുന്ന പോലെ നിൽക്കുകയായിരുന്നു നിത. ഈ 1-2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടായ തിരിച്ചറിവുകൾ അവളെ കൂടുതൽ ശക്തയാക്കിയിരുന്നു. അതിന്റെ തെളിവ് പോലെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു നിശ്ചയദാർഢ്യം പ്രകടമായി തന്നെ കാണാമായിരുന്നു. പെട്ടെന്ന് അവൾ നോക്കി നിന്നിരുന്ന ഭാഗത്തു നിന്നും റോഡിലൂടെ ഒരാൾ നിതയെ തന്നെ ലക്ഷ്യമാക്കി നടന്നു വന്നു. അയാളെ കണ്ടതും അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മനുഷ്യൻ അവൾക്കരികിലേക്ക് തന്നെ വന്നു. അദ്ദേഹത്തെ കണ്ടതും നിത പരിചയഭാവത്തിലൊന്ന് പുഞ്ചിരിച്ചു. അയാൾ തിരിച്ചു. എന്താ മോളെ കാണണമെന്ന് പറഞ്ഞത്? അത് ഹരിയേട്ടാ, എനിക്ക് ഹരിയേട്ടനൊരു ഉപകാരം ചെയ്യണം. അതിനാ ഞാനിപ്പോൾ കാണണമെന്ന് പറഞ്ഞത്. മോൾക്ക് ഞാനെന്ത് ചെയ്തു തരേണ്ടത്? അയാൾ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അത് ഹരിയേട്ടാ, എനിക്ക് ഓഫീസിലെ CCTV ഫൂട്ടേജ് ഒന്ന് വേണം. എനിക്കത് തന്നെന്ന് അച്ഛനോട്ട് അറിയാനും പാടില്ല. മോളെ, അത് സാററിയാതെ. സാറത് വല്ലതും അറിഞ്ഞാൽ എൻ്റെ ജോലി പോകും. ഇല്ല ഹരിയേട്ടാ, അച്ഛനൊന്നും അറിയില്ല. ഇതിൻ്റെ പേരിൽ ഹരിയേട്ടനൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അത്രയ്ക്ക് അത്യാവശ്യമായിപ്പോയി. അതുകൊണ്ടാ ഇങ്ങനൊരു ആവശ്യവുമായി എനിക്ക് ഹരിയേട്ടൻ്റെ മുന്നിൽ വരേണ്ടി വന്നത്. പ്ലീസ്, ഹരിയേട്ടൻ എന്നോട് നോ പറയരുത്. ഒരു അപേക്ഷ പോലെ അവളുടെ വാക്കുകളെ തള്ളിക്കളയാൻ കഴിയാതെ അയാളൊരു നിമിഷം ആലോചനയോടെ നിന്നു. ശരി മോളെ, ഈയൊരു പ്രാവശ്യത്തേക്ക് ഞാൻ സഹായിക്കാം. പക്ഷേ എന്നെ ചതിക്കരുത്. ഇല്ല ഹരിയേട്ടാ, ഹരിയേട്ടൻ എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ശരി മോളെ, സാധനം ഒപ്പിച്ചിട്ട് ഞാൻ മോളെ വിളിച്ചോളാം. അവളോട് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് ആ മനുഷ്യൻ നടന്നു നീങ്ങി. അത് നോക്കി നിൽക്കുമ്പോഴും നിതയുടെ ഉള്ളിൽ 1000 കണക്കുകൂട്ടലുകൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വൈകുന്നേരം 7:30യോടെയായിരുന്നു സിദ്ധു ഓഫീസിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് എത്തിയത്. കീയിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും കിച്ചണിൽ നിന്ന് തട്ടലും മുട്ടലുമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ തോളിൽ കിടന്ന ബാഗ് സോഫയിലേക്ക് വെച്ചിട്ട് ശബ്ദമുണ്ടാക്കാതെ കിച്ചണിലേക്ക് നടന്നു. കിച്ചണിൽ പുറം തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ കാണെ അവൻ മീശത്തുമ്പ് കടിച്ചൊന്ന് ചിരിച്ചു. ഒരു സ്ലീവ്ലെസ് ബനിയൻ ക്ലോത്ത് ടോപ്പ് മിഡിയുമായിരുന്നു അവളുടെ വേഷം. മുടിയൊന്നാകെ മുകളിലേക്ക് പിടിച്ച് ഒരു ക്രാബിട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും കട്ട് ചെയ്തിട്ടിരിക്കുന്ന നീളം കുറഞ്ഞ മുടിയവളുടെ പിൻകഴുത്തിനെ ചുംബിച്ചു കിടന്നിരുന്നു. അവളെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ കൂടി ഉടലെടുക്കുന്നത് സിദ്ധാർത്ഥ അറിഞ്ഞു. പെടുന്നനെ അവൾക്കരികിലേക്ക് ചെന്ന് അവൻ അവളെ
പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് വിയർപ്പാൽ നനഞ്ഞ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള പ്രവൃത്തിയായതുകൊണ്ട് തന്നെ അവളൊരു നിലവിളിയോടെ അവനെ തള്ളി മാറ്റി. ഇങ്ങനെ കിടന്ന് കാറല്ലേ പെണ്ണെ, ഇത് ഞാനാ. ഭയന്ന് തിരിഞ്ഞു നോക്കിയ ലിയയെ വീണ്ടും അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞവന്റെ പുറത്തും വയറ്റിലുമൊക്കെ അവൾ വെറുവോടെ തല്ലിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്തുവാ സിദ്ധുവേട്ടാ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കുന്നത്? അത് പിന്നെ ഇത്രയും നാളെ കൂടി എന്റെ കൊച്ചിനെ ഇങ്ങനെ ഹോട്ടായിട്ട് കണ്ടപ്പോ കയ്യിന്ന് പോയടി. അവൻ കുറുമ്പോടെ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ലിയയുടെ മുഖം നാണത്താൽ ചുവന്നു. ഓഫീസിൽ നിന്നിറങ്ങിയാൽ ഏതാണ്ടൊക്കെ തരാമെന്ന് പറഞ്ഞതല്ലേ കൊച്ചേ, എന്നിട്ട് അവസരം വന്നപ്പോ നീ ഇങ്ങനെ നാണിച്ചു നിന്നാലോ? പറഞ്ഞതും സിദ്ധു അവളുടെ അരക്കെട്ടിലൂടെ കൈചുറ്റി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ പിടയ്ക്കുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് ആ അധരങ്ങളെ സ്വന്തമാക്കാനായി തുടങ്ങുമ്പോഴായിരുന്നു പിന്നിലെന്തോ ഒരു ശബ്ദം കേട്ടത്. പപ്പാ. ഒപ്പം തന്നെ ആ വിളി കൂടി കേട്ടതും സിദ്ധുവും ലിയയും ഞെട്ടലോടെ പരസ്പരം വിട്ടുമാറി. ഇരുവരുടെയും കണ്ണുകൾ വാതുക്കൾ തങ്ങളെ തന്നെ നോക്കി ചുണ്ടു ചുളുക്കി നിൽക്കുന്ന കുഞ്ഞു പെണ്ണിലേക്ക് നീണ്ടു. ഒരു കുഞ്ഞു നിക്കറും സ്ലീവ്ലെസ് ബനിയനും ഇട്ട് നിൽക്കുന്ന പെണ്ണിനെ കാണാൻ സിദ്ധുവിന്റെ കണ്ണുകൾ വാത്സല്യം അലതല്ലി. ആഹാ, പപ്പയുടെ പൊന്നാണോ ഇത്? പാടാ കണ്ണ. ഇരു കൈകളും നീട്ടി അവന് വിളിച്ചതും കുഞ്ഞോടി വന്നവന്റെ ദേഹത്തേക്ക് കയറിയിരുന്നു. അവളെ വാരിയെടുത്ത് ആ കുഞ്ഞിക്കവളിൽ അവനെ അമർത്തി ചുംബിച്ചു. ഇപ്പൊ കിട്ടിയല്ലോ, ഇനി അപ്പനും മോളും കൂടൊന്നു പോയേ. സിദ്ധുവിനെ ഒന്നാക്കും പോലെ ലിയ പറഞ്ഞതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അല്ലേലും എൻ്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ തള്ളയ്ക്കും മോൾക്കും നല്ല മിടുക്ക. ഇതെൻ്റെ തന്നെയാണോടി? അവൻ്റെ ചോദ്യം കേട്ട് ലിയയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. അല്ല, ഉണ്ടായപ്പോൾ മുതൽ എനിക്ക് ഇവളൊരു ഭീഷണിയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. പരിഭവം പോലെ പറയുന്നവനെ നോക്കി ലിയ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. ഒരു സംശയവും വേണ്ട, നിങ്ങളുടേത് തന്നെയാ. നമ്മുടെ ബന്ധത്തിന് വാറണ്ടി ഇല്ലെങ്കിലും ഇതിൽ കലർപ്പൊന്നുമില്ല, നിങ്ങളുടേത് തന്നെയാ, ലിയ ചിരിയോടെ പറഞ്ഞു. അതെന്നാടി അങ്ങനൊരു ടോക്ക്? താലി കെട്ടിയില്ല എന്ന് വെച്ച് ഒരു ഭർത്താവിൻ്റെ ഏത് കടമയാടി ഞാൻ ചെയ്യാതിരിക്കുന്നത്? നിന്നെ എൻ്റെ ഈ വിത്തിനെയും കൈവെള്ളയിലല്ലയോടി ഞാൻ കൊണ്ട് നടക്കുന്നത്? കുഞ്ഞിനെയും കൊണ്ട് സ്ലാബിലേക്ക് കയറിയിരുന്ന് ലിയയുടെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ചു. ഓ ഉവേ, എന്താടി പുല്ലേ നിനക്കൊരു പുച്ഛം? ഒന്നുമല്ലേ, എൻ്റെ കൂടെ ജീവിതം തുടങ്ങി 2-ാം മാസം നിന്നെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അമ്മയാക്കിയില്ലേടി? സ്മരണ വേണമടി, സ്മരണ. ഓ, വലിയ മിടുക്കായിപ്പോയി. ഇവിടെ ഇരുന്ന് തള്ളാതെ പോയി കുളിച്ചിട്ട് വാ സിദ്ധുവേട്ടാ. അവൻ്റെ പറച്ചിൽ കേട്ട് ചിരി വന്നെങ്കിലും ലിയ അതൊക്കെ അടക്കിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. വേണേൽ ഞാൻ വെയിറ്റ് ചെയ്യാം, ഈ കുരുപ്പിനെ ഉറക്കിയിട്ട് നമുക്കൊരുമിച്ച് കുളിക്കായിരുന്നു. ഞാൻ ഒന്നുമില്ല, ഇച്ചും കുച്ചണം. ലിയ മറുപടി എന്തെങ്കിലും പറയും മുന്നേ മടിയിലിരുന്ന് കുഞ്ഞുപെണ്ണ് പറഞ്ഞത് കേട്ട് അവളെ അമർത്തി ചിരിച്ചു. സിദ്ധു ആണേൽ പെട്ടല്ലോ എന്ന മട്ടിൽ ഇരുന്നു പോയിരുന്നു. അയ്യോ, അതൊന്നും പറ്റൂല, അപ്പയുടെ മഞ്ചാടിക്കുട്ടി ഇനി കുളിച്ചൂടാ. കൊച്ചു പിള്ളേരൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം, ഇല്ലേ ഭയങ്കര പ്രശ്നമാ. എന്ത് പച്ചണം? മന്ദാതിക്കും പപ്പേനെയും അമ്മേൻ്റെയും കൂടെ കുച്ചണം. കൊച്ച് വിടാൻ ഭാവമില്ലെന്ന് മനസ്സിലായതും സിദ്ധു ദയനീയ ഭാവത്തിൽ ലിയയെ നോക്കി. അവളാണേൽ ഞാനീ നാട്ടുകാരിയെ അല്ലെന്ന മട്ടിൽ നിൽപ്പാണ്. ഈ സമയത്ത് പക വീട്ടല്ലേടി ദ്രോഹി, എന്തേലും പറഞ്ഞ് ഇതിനെയൊന്ന് ഉറക്കടി. അവനൊരു അപേക്ഷ പോലെ അവളുടെ ചെവിയിൽ പറഞ്ഞു. അതുകൂടിയായപ്പോൾ പാവം തോന്നിയിട്ടെന്ന പോലെ ലിയ ചെന്ന് മഞ്ചാടിയെ കയ്യിലെടുത്തു. എൻ്റെ പൊന്നു കുഞ്ഞെ, നിൻ്റെ പപ്പയ്ക്ക് വട്ടാ. ഞാനിനി കുളിക്കാനൊന്നും പോണില്ല, നമുക്ക് നാളെ മുകളിലത്തെ പൂളിൽ പോയി ഒരുമിച്ച് കുളിക്കാം. ഇപ്പോൾ അമ്മയുടെ പൊന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അപ്പം നാളെ സത്യമായിട്ടും കുളിച്ചോ? സത്യമായിട്ടും കുളിക്കും. ലിയ അവളുടെ കുഞ്ഞി കയ്യിൽ പിടിച്ച് സത്യമിട്ട് പറഞ്ഞതോടെ കുഞ്ഞിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഓ, അമ്മയും മോളും കൂടെ അങ്ങ് കുളിച്ചാൽ മതി, എനിക്ക് കുളിക്കാനുള്ള മൂടൊക്കെ പോയി. പിറുപിറുത്തുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങി പോകുന്നവനെ നോക്കി ലിയ വാ പൊത്തി ചിരിച്ചു. ഒപ്പം അവരുടെ കുഞ്ഞുമണിയും. അത് പിന്നെ പിള്ളേർ ചെറിയൊരു ലീവിങ് ടുഗദർ സെറ്റപ്പാ. ലീവിങ് ടുഗദർ തുടങ്ങി 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കയ്യിലിരിക്കുന്ന ട്രോഫി കിട്ടി. അതിൻ്റെ പേര് വജ്ര സിദ്ധാർത്ഥ്, അവരുടെ മാത്രം മഞ്ചാടി. കക്ഷിക്കിപ്പോൾ 2 വയസ്സായി. ബാക്കിയൊക്കെ പതിയെ പറയാം. തിരക്കേറിയ മുംബൈ നഗരം രാത്രിയുടെ സൗന്ദര്യം വിളിച്ചോതും പോലെ പ്രകാശമുഖരിതമായ നഗരഹൃദയത്തിലൂടെ കശ്യപിന്റെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓഫീസിൽ നിന്നിറങ്ങും വരെ ലക്ഷ്യമില്ലാതൊഴുകുന്ന പുഴയ്ക്ക് സമമായ സ്വന്തം ജീവിതത്തെ ഓർത്ത് നിരാശയിൽ മുങ്ങി താഴുകയായിരുന്നു മനസ്സെങ്കിലും ആ രാത്രി സഞ്ചാരം അവനിൽ പുതിയൊരു ഉന്മേഷം നിറച്ചിരുന്നു. കാറിന്റെ ഗ്ലാസ് താഴ്ത്തിയിട്ടിരുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് പാഞ്ഞു കയറിയ കുളിർക്കാറ്റ് അവന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിരണിയിച്ചിരുന്നു. എന്തുകൊണ്ടോ ആ യാത്ര അവസാനിപ്പിക്കാൻ പോലും തോന്നാതിരുന്നത് കൊണ്ട് തന്നെ തീർത്തും പതിയായിരുന്നു അവൻ കാർ ഡ്രൈവ് ചെയ്തിരുന്നത്.
അപ്പോൾ അവൻ്റെ ഉള്ളിനെ അലട്ടാൻ നിധിയുടെ ഓർമ്മകൾ പോലും ഉണ്ടായിരുന്നില്ല. അത്രമേൽ ശാന്തമായിരുന്നു അവൻ്റെ ഉള്ളം. സ്റ്റീരിയോയിലൂടെ കേട്ടുകൊണ്ടിരുന്ന പാട്ടിനൊപ്പം സ്റ്റിയറിംഗ് വിരൽ കൊണ്ട് താളം പിടിച്ചുകൊണ്ട് അവൻ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു മുന്നിൽ കണ്ട കാഴ്ചയിലേക്ക് കശ്യപിന്റെ കണ്ണുകൾ ചെന്നുടക്കിയത്. റോഡിലൂടെ തനിക്കെതിരായി ഓടിവരുന്ന ഒരു പെൺകുട്ടി. അവളുടെ പിന്നാലെ തന്നെ ഗുണ്ടകളെപ്പോലെ തോന്നിക്കുന്ന 3-4 പേരും ഉണ്ടായിരുന്നു. ആ കാഴ്ചയിൽ ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ഞൊടിയിടയിൽ കശ്യപിന്റെ കാൽ ബ്രേക്കിലമർന്നു. കാർ റോഡിലിറങ്ങി നിശ്ചലമായി. പിന്നീടൊരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. രക്ഷിക്കണം സാർ, അവർ എന്നെ. അപ്പോഴേക്കും ഓടി അവന്റെ അരികിലെത്തിയിരുന്ന ആ പെൺകുട്ടി കശ്യപിന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവളുടെ പിന്നാലെ ഓടി വന്ന ഗുണ്ടകൾ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. മുന്നിൽ അപേക്ഷയോടെ നിൽക്കുന്ന പെണ്ണിനോട് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും കാശി അവളുടെ തോളിലൊന്ന് തട്ടിയിട്ട് കാറിന്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ പ്രകടമായ വികാരമെന്തെന്ന് അവന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. നന്ദിയും ആശ്വാസവും നിറഞ്ഞ ഭാവത്തിൽ അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൾ ബോധം മറഞ്ഞ് നിലത്തേക്ക് വീഴാനാഞ്ഞു. പക്ഷേ അവൾ വീഴും മുന്നേ തൊട്ടടുത്ത് നിന്നിരുന്ന കശ്യപ് അവളെ താങ്ങി പിടിച്ചിരുന്നു. പിന്നെ ഒട്ടും അമാന്തിക്കാതെ അവളെ കോരിയെടുത്ത് കാറിന്റെ പിൻസീറ്റിലേക്ക് കിടത്തി. എന്ത് കൂത്ത് കണ്ടുകൊണ്ട് നിൽക്കുവാടാ നീയൊക്കെ? അവൻ ആ പെണ്ണിനെയും കൊണ്ട് പോകുന്നതിന് മുന്നേ ചെന്നിട്ട് അവനിട്ടൊരെണ്ണം പൊടിച്ചിട്ട് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വാടാ. അവളെയും കൊണ്ട് ചെന്നില്ലെങ്കിൽ അറിയാമല്ലോ നിരഞ്ജൻ സാറിന്റെ സ്വഭാവം. ഒന്നിന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിയവൻ അലറിയതും മറ്റു 3 പേരും കാശിയെ ലക്ഷ്യമാക്കി മുന്നോട്ടോടി. ഇതാരാടാ, നിന്റെ തള്ളയാണോ ഓടി വന്നങ്ങ് എടുത്തോണ്ട് പോകാൻ? ഡോർ അടച്ചു തിരിഞ്ഞ കശ്യപിനോട് അത് ചോദിച്ചത് മാത്രമേ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ശക്തമായൊരു തൊഴിയേറ്റ് അവൻ റോഡിന്റെ മധ്യത്തേക്ക് തെറിച്ചു വീണിരുന്നു. തള്ളയ്ക്ക് വിളിക്കുന്നോടാ ചോദിച്ചുകൊണ്ട് കശ്യപ് വീണ്ടും അവന്റെ നേർക്ക് പാഞ്ഞു. നിലത്ത് കിടന്നവൻ അലറിയത് മറ്റ് 2 പേർ ചേർന്ന് കശ്യപിനെ പിടിച്ചു നിർത്തിയിരുന്നു. അപ്പോഴേക്ക് നേതാവ് ഓടി വന്ന് ഒരു ചെറിയ തുടൽ കൊണ്ട് അവന്റെ കഴുത്തിന് മുറുക്കി പിന്നിലേക്ക് വലിച്ചു. നിലത്ത് കിടന്നവൻ എണീച്ചു വന്നവന്റെ വയറ്റിൽ ശക്തമായി ചവിട്ടി. ആ ചവിട്ടിൽ അടിവയർ മൊത്തത്തിൽ കലങ്ങിയതുപോലെ തോന്നിയെങ്കിലും അവന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയായിരുന്നു കശ്യപ്. അതിനിടയിൽ ചുറ്റും നിൽക്കുന്നവരുടെ കൈകളും കാലും തുടർച്ചയായി അവനിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും അവനൊടുവിൽ അവരിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്തു. പിന്നീട് കിട്ടിയത് മുഴുവൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു കശ്യപ്. നിമിഷ നേരം കൊണ്ട് ഗുണ്ടകൾ 4 പേരും അടികൊണ്ട അവശരായി നിലത്തേക്ക് വീണു. ഇനിയും കളിക്കാനിറങ്ങും മുന്നേ നീയൊക്കെ എൻ്റെ മുഖം ഓർത്തു വച്ചേക്കണം. ഇനി കിട്ടിയത് പോരെന്നോ എന്നോട് പ്രതികാരം ചെയ്യണമെന്നോ വല്ലതും തോന്നിയാൽ എൻ്റെ ഫ്ലാറ്റിലോട്ട് പോര്. എൻ്റെ പേര് കശ്യപ് മഹാദേവ്. ക്രിസ്റ്റൽ കോംപ്ലക്സിലാ താമസം. ഫ്ലാറ്റ് നമ്പർ 70. പിന്നെ ഈ പെണ്ണിനെയും ഞാൻ കൊണ്ടുപോകുക. ഇതിന് വേണമെന്ന് തോന്നിയാലും അങ്ങോട്ട് തന്നെ പോര്. വീണ് കിടക്കുന്നവന്മാരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് അവൻ കാറിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും അതൊന്നും അറിയാതെ പിൻസീറ്റിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ആ പെണ്ണ്. തൻ്റെ ഗസ്റ്റ് ഹൗസിലെ ലോണിലിരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിരഞ്ജൻ. താൻ അയച്ചവർ തിരികെ വരുമ്പോൾ കൊണ്ടുവരാൻ പോകുന്ന പെണ്ണുടലിനെ കുറിച്ച് ഓർത്തതും അവന്റെ സിരകളിൽ കാമം നുരഞ്ഞു പൊങ്ങി. അവളെ മുന്നിൽ കണ്ടിട്ടെന്ന പോലെ തൻ്റെ അടിവയറിന് താഴെ അമർത്തി തടവിക്കൊണ്ട് അവൻ വല്ലാത്തൊരു ലഹരിയോടെ കണ്ണുകളടച്ച് പിന്നിലേക്ക് ചാരിയിരുന്നു. മീര, ഇനി എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. ഇത്രയും ദിവസം എന്നെ കൊതിപ്പിച്ചു കൊണ്ടിരുന്ന നിന്നെ ഇന്ന് ഞാനറിയും. ഈ രാത്രി പുലരും വരെ നിന്റെ ഉടലിലെ ഓരോ അണുവിനെയും ഭ്രാന്തമായി തന്നെ എനിക്ക് കാമിക്കണം. അവൻ വികാരത്തോടെ മുരണ്ടു. ആ നേരം മുതൽ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഒരു വെണ്ണക്കൽ ശില്പം പോലെ മനോഹരിയായ മീരയെന്ന പെണ്ണു മാത്രമായിരുന്നു. അതേസമയം തന്നെയായിരുന്നു ഗേറ്റ് കടന്നൊരു വണ്ടി അകത്തേക്ക് വന്നത്. താൻ അയച്ച ഗുണ്ടകളാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായതും അവർക്കൊപ്പം മീരയും ഉണ്ടാകുമെന്ന ധാരണയിൽ അവൻ ആവേശത്തോടെ ചാടി എണീറ്റു. സാഫറേ, അവളെവിടെ? അത് സാർ. സത്യം പറഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സാഫിർ ഒന്ന് പരിങ്ങി. എന്താടാ അവളെവിടെ? നിരഞ്ജൻ അലറി. അത് സാർ, അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ നീയൊക്കെ ഏതവന്റെ തള്ളയ്ക്ക് പിണ്ഡം വയ്ക്കാൻ പോയതാടാ? ചോദ്യത്തിനൊപ്പം തന്നെ അവന്റെ തൊഴിയേറ്റ് സാഫർ മുറ്റത്തെ ചെറിയ പൂളിലേക്ക് തെറിച്ചു വീണിരുന്നു. എന്താടാ ഉണ്ടായത്? കലി തീരാതെ മുന്നോട്ട് വന്ന നിരഞ്ജൻ സാഫറിന്റെ കൂട്ടാളികളുടെ കോളറിൽ പിടിച്ച് മുന്നോട്ട് തള്ളിക്കൊണ്ട് ചോദിച്ചു. അത് സാർ, അവൾ ഹൈവേയിലൂടെ ഇറങ്ങി ഓടി. കയ്യിൽ കിട്ടുമെന്ന അവസ്ഥയിൽ എത്തിയതായിരുന്നു.
അപ്പോഴാ എവിടുന്നോ ഒരുത്തൻ വന്ന് മുന്നിൽ ചാടിയത്. അവൻ ഞങ്ങളെയെല്ലാം ചവിട്ടി കൂട്ടിയിട്ട് അവളെയും കൊണ്ടുപോയി. ഏതവനാടാവൻ? നിരഞ്ജന്റെ അലർച്ചയിൽ ഗുണ്ടകൾ കിടുങ്ങിപ്പോയി. അവരവന്റെ കൈവാക്കിൽ നിന്ന് പിന്നിലേക്ക് നീങ്ങി നിന്നു. അത് സാർ കശ്യപ് മഹാദേവ് എന്നാ പേര് പറഞ്ഞത്. ക്രിസ്റ്റൽ കോംപ്ലക്സിലാ താമസമെന്നും പറഞ്ഞു. കശ്യപ് മഹാദേവ്? ചാകാൻ ഒരുങ്ങിയിരുന്നോടാ നീ. ഈ നിരഞ്ജൻ മോഹിച്ചവളെ നീ തട്ടിപ്പറിച്ചുകൊണ്ട് പോയേക്കുന്നത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. ഒന്ന് തള്ളിയിരിക്കും നിന്നെ ഞാൻ. നിന്റെ കഷ്ടകാലത്തിനാ ഈ നിരഞ്ജന്റെ വഴി വരാൻ നിനക്ക് തോന്നിയത്. അവൻ പകയോടെ പിറുപിറുത്തു. നിരഞ്ജന്റെ അപ്പോഴത്തെ ഭാവം കാണെ സാഫിറും കൂട്ടാളികളും പോലും ഭയന്നു പോയിരുന്നു. അത്രമേൽ ഭീകരമായിരുന്നു ആ നിമിഷം അവന്റെ മുഖഭാവം.